ഹലോ ഫ്രണ്ട്സ്, ഫേസ്ബുക്കിൻ്റെ സാധ്യതകൾ എങ്ങനെ നന്നായി ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. ഒട്ടും എഡിറ്റ് ചെയ്യാൻ അറിയില്ലാത്തവനും കണ്ടന്റ് ക്രിയേഷൻ ഒട്ടും അറിയില്ലാത്തവന് പോലും ഫേസ്ബുക്കിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ. എഡിറ്റിങ്ങോ കണ്ടന്റ് ക്രിയേഷനോ പോലും അറിയില്ലാത്ത ഞാൻ ഫേസ്ബുക്കിൽ നിന്നും കഴിഞ്ഞ വർഷം നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഫേസ്ബുക്കിൻ്റെ പോളിസികളിൽ ചില മാറ്റം വരികയും ഇപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്നൊരു പ്രോഗ്രാമിലേക്ക് ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ പ്രോഗ്രാം മൊത്തമായി മാറുകയും ചെയ്തു. അതിനുശേഷം ഏണിങ്സിൽ ചെറിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇപ്പോഴും നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് സുഖമായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഇപ്പോൾ ഏകദേശം എത്ര വ്യൂവേഴ്സിന് എത്ര രൂപ കിട്ടുന്നുണ്ടെന്നെല്ലാം ഞാൻ ഉദാഹരണ സഹിതം കാണിച്ചു തരാം. എല്ലാവർക്കും ചെറിയ വേരിയേഷൻ ഉണ്ടാവും, എന്നാലും ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഇത് ഏകദേശം സെയിം ആയിരിക്കും. ഒരു എഡിറ്റിംഗ് ഒരു പരിപാടിയും അറിയില്ലാത്ത ഞാനാണ് ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആദ്യത്തെ കണക്ക് നമുക്ക് പരിശോധിക്കാം. ഏകദേശം എൻ്റെ വീഡിയോ പ്ലേ ആയിരിക്കുന്നത് ഏകദേശം 1,81,000 ചില്ലറ പേരാണ്. അവർ ഏകദേശം 16 സെക്കൻഡ് ആവറേജ് വ്യൂവിൽ കണ്ടിട്ടുണ്ട്. അതിന് എനിക്ക് കിട്ടിയേക്കുന്നത് $1.58 ആണ്. അതായത് ഒരു വീഡിയോ 1,50 സംതിങ് കയറിയപ്പോഴത്തേക്കും $1.58 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് ഏകദേശം 15 ലക്ഷം വ്യൂവേഴ്സ് കയറിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് ഏകദേശം 18 സെക്കൻഡ് ആവറേജ് വ്യൂ വരുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഏകദേശം $16.49 ആണ്. ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1,400 രൂപേൻ്റെ അടുത്ത് ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദിവസവും നല്ല നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായി വൈറലാകും. അതിലൂടെ തന്നെ നല്ലൊരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആകെ $15 കിട്ടുന്നു, അത്ര ഉള്ളൂ എന്ന രീതിയിലായിരിക്കും നമ്മുടെ മൈൻഡ് പോവുക. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. ഇതുപോലത്തെ ഒരു 10 വീഡിയോ നമുക്കൊരു മാസം ചെയ്തിടുമ്പോൾ തന്നെ നല്ലൊരു ഏണിങ്സിലേക്ക് അത് മാറും. നമുക്കൊരു സൈഡ് ഇൻകം ആയിട്ട് ധാരാളം പൈസ ഇതിലൂടെ തന്നെ ലഭിക്കാൻ നമുക്ക് സാധിക്കും. ഫേസ്ബുക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ റീച്ച് ഉണ്ടാക്കാൻ വളരെയധികം സിമ്പിളാണ്. ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് ചില വീഡിയോസിൽ ഏണിങ്സ് വളരെയധികം കുറവായിരിക്കും. അതായത് 1 ലക്ഷം കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്കൊരു 10 സെൻറ്റൊക്കെയാണ് കിട്ടുക. അതായത് നമ്മുടെ ഒരു 10 രൂപേൻ്റെ അത്രയും വാല്യൂ ഒക്കെ ആയിരിക്കും കിട്ടുക. ചില വീഡിയോസിൽ നല്ല ഏണിങ്സ് ഉണ്ടാവും. അത് അവരുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൻ്റെ പോളിസി അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൻ്റെ ഈ സാധ്യത മുതലെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ നമുക്ക് നല്ലൊരു സൈഡ് ഇൻകം ഇതിലൂടെ മാത്രം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വലിയ എഡിറ്റിങ്ങോ പരിപാടിയൊന്നും വേണ്ട. നിങ്ങൾക്ക് എഴുതാൻ അറിയെങ്കിൽ അത് എഴുതിയിടാം, ഫോട്ടോസ് ഇടാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വെറുതെ സ്റ്റോറി ഇട്ടാൽ വരെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും ഇതിലൂടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.